4 ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ വടക്കൻ കേരളത്തിൽ ഇന്നും വ്യാപക നാശനഷ്ടം. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ പലയിടത്തും വെള്ളം കയറി. ചെറുവത്തൂർ കുളങ്ങാട് മലയിൽ വിള്ളൽ രൂപപ്പെട്ടു. കൊട്ടിയൂർ ബാവലിപ്പുഴയിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. ഇടവിട്ട് പെയ്യുന്ന അതിശക്തമായ മഴയിൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് കനത്ത നാശനഷ്ടം. കുഡ്ലുവിൽ ഇന്നലെ കാണാതായ ഭവാനിയുടെ മൃതദേഹം കണ്ടെത്തി. വീടിന് സമീപത്തെ തോട്ടിലായിരുന്നു മൃതദേഹം. കണ്ണൂർ കൊട്ടിയൂർ ഭവാനിപ്പുഴയിൽ കാണാതായ ഒരാളുടെ മൃതദേഹവും കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ചെറുവത്തൂർ കുളങ്ങാട് മലയിൽ വിള്ളൽ രൂപപ്പെട്ടു. നെല്ലിക്കാൽ അംബേദ്കർ ഉന്നതിയിലെ 30 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. തേജസ്വിനി പുഴ കരകവിഞ്ഞതോടെ നെടുങ്കണ്ടത്തെ 10 വീടുകളിൽ വെള്ളം കയറി. പ്രദേശത്തെ ചുണ്ണാമ്പ് ഫാക്ടറിയും പകുതിയോളം മുങ്ങി. ഇതുവരെ ഇങ്ങനെ നമ്മൾ ഒരു 10-15 വർഷം മുമ്പിലാണ് ഇത്ര വലിയ വെള്ളം ഇവിടെ വന്നത്. അതിനുശേഷം ഇപ്പോഴാണ് ഇത്ര വലിയ വെള്ളം ഇവിടെ കയറി. വലിയ നഷ്ടം തന്നെ. നമ്മൾ ഈ പ്രദേശത്തിൽ എല്ലാവർക്കും ഭയങ്കര നഷ്ടം തന്നെ. മഞ്ചേശ്വരം മിയ്യാപ്പദവിൽ മണ്ണിടിച്ചിലുണ്ടായി. കണ്ണൂർ കുപ്പത്ത് വീണ്ടും വീടുകളിൽ വെള്ളം കയറി. തളിപ്പറമ്പ് മുയ്യം റോഡിൽ മതിൽ തകർന്ന് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. കൂനം സ്വദേശി സുനേഷിനാണ് പരിക്കേറ്റത്. കോഴിക്കോട് മാവൂരിൽ വീടിന് മുകളിൽ തെങ്ങും പനയും വീണ് 2 പേർക്ക് പരിക്കേറ്റു. തോറക്കാളിൽ ഖദീജ, ഉമ്മത്തി എന്നിവർക്കാണ് പരുക്കേറ്റത്. വളയം മഞ്ചാത്തറ വലിയ പറമ്പത്ത് ബാലന്റെ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. മലപ്പുറം പൂക്കോട്ടുംപാടം പായമ്പാടം തേനാമൂച്ചി കുട്ടിയാലിയുടെ വീട്ടിലെ കിണർ ഇടിഞ്ഞു. ശക്തമായി മഴ പെയ്യുന്നതിനാൽ മലബാർ മേഖലയിലെ മലയോര പാതകളിൽ യാത്രകൾക്ക് നിയന്ത്രണമുണ്ട്. 24 കാസർഗോഡ്.